നിങ്ങളൊരു പെർഫെക്റ്റ് സെറ്റപ്പ് കാണുന്നു. ചാർട്ട് സൂപ്പർ ക്ലീൻ ആണ്. നിങ്ങളുടെ റൂൾ എല്ലാം 100% അലൈൻ ആകുന്നു. പക്ഷേ ബൈ അല്ലെങ്കിൽ സെൽ ബട്ടണിൽ വിരലമർത്തുമ്പോൾ ഒരു ഹെസിറ്റേഷൻ, ഒരു പേടി, ഒരു ഡൗട്ട്. നിങ്ങളെല്ലാവരും ഈ കാര്യം എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ സംഭവിക്കുന്നത്? പലതവണ തോറ്റിട്ടുള്ള ഒരു സീക്രട്ട് ട്രാപ്പാണിത്. അപ്പം ഇത് നമ്മൾ അറിയാതെ എങ്ങനെ നമ്മൾ ഇത് തോൽപ്പിക്കുന്നു, ഇത് എങ്ങനെ മറികടക്കാമെന്ന് ഈ ഒരു വീഡിയോയിൽ നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് അസോസിയേഷൻ എന്ന് പറയാം. അതായത് മാർക്ക് ഡഗ്ലസിനെ പറ്റി എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലേ? ട്രേഡിംഗ് സൈക്കോളജി ലെജൻഡ് ആണെന്ന് നമുക്ക് പറയാം. അപ്പം ആ ഒരു മാർക്ക് ഡഗ്ലസ് ഈ ഒരു ബിഹേവിയറിനെ അസോസിയേഷൻ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ എന്താണ് അസോസിയേഷൻ എന്ന് നമുക്ക് ആദ്യം നോക്കാം. സോ അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ നമ്മളുടെ ബ്രെയിൻ ഇപ്പോൾ കാണുന്ന ഒരു ട്രേഡിനെ മുൻപ് നടന്ന ഒരു ട്രേഡുമായിട്ട് അൺകോൺഷ്യസ് ആയിട്ട് കണക്ട് ചെയ്യിപ്പിക്കുന്നതിനെയാണ് അസോസിയേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ രണ്ട് ട്രേഡ് നമ്മൾ ഫോർ എക്സാമ്പിൾ ഒരാഴ്ച മുൻപ് എടുത്ത ഒരു ട്രേഡ് ഇപ്പം അതേപോലുള്ള ഒരു പാറ്റേണിലുള്ള ഒരു ട്രേഡ്. അപ്പോൾ ഒരാഴ്ച എടുത്ത ആ ഒരു ട്രേഡിൽ മേ ബി നമ്മൾ ലോസ് ആയിരിക്കും ബുക്ക് ചെയ്തിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ലോസ് ബുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബ്രെയിൻ എന്താണ് കിട്ടുക? ബ്രെയിൻ എന്താണ് ഒരു ഇമോഷണൽ പെയിൻ അല്ലെങ്കിൽ എന്താണ് ഒരു പേടിയൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും ആ ഒരു ട്രേഡിൽ. ഇതേ പാറ്റേണിൽ ഇന്ന് ഒരു ട്രേഡ് വരുന്ന സമയത്ത് നിങ്ങളുടെ ബ്രെയിൻ നിങ്ങളോട് പറയും, ഡേ ഇത് അന്ന് ലോസ് വന്ന അതേ ട്രേഡാണ്. അപ്പോൾ നമ്മൾ റിയാക്ട് ചെയ്യുന്നത് ഇപ്പോൾ കാണുന്ന ചാർട്ടിനോടായിരിക്കില്ല, പകരം ആ ചാർട്ട് നിങ്ങളുടെ ബ്രെയിനിൽ ട്രിഗർ ചെയ്യുന്ന ആ ഒരു പഴയ മെമ്മറിയോടെയാണ്. അപ്പോൾ നിങ്ങൾ റിയാക്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ്, ഓ ഇത് ട്രേഡ് എടുക്കാൻ പേടി സംഭവിക്കും, ട്രേഡ് എടുക്കാൻ പേടി ഉണ്ടാകും, നിങ്ങൾ ഹെസിറ്റേഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ എന്താണ് കറക്റ്റായിട്ട് ചിലപ്പോൾ ആ ഒരു ട്രേഡ് പ്രോഫിറ്റിലോട്ട് ബുക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ നോക്കി നിൽക്കും ഇല്ല, നിങ്ങൾക്ക് പല ആൾക്കാർക്കും സംഭവിച്ചിട്ടുണ്ടാകും. അപ്പോൾ ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ പറയുകയാണ്. നിങ്ങൾക്ക് ഒരു ചെറുപ്പത്തിൽ അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് കളറുള്ള ഒരു ഡോഗ് നിങ്ങൾ കടിച്ചു എന്ന് വിചാരിക്കാം, റൈറ്റ്? അപ്പോൾ നിങ്ങൾക്ക് നല്ല വേദന എടുത്ത് ഹോസ്പിറ്റലിലൊക്കെ പോയി എന്നൊക്കെ വിചാരിക്കാം. ആൻഡ് നെക്സ്റ്റ് ടൈം എപ്പോഴൊക്കെ ഒരു ബ്ലാക്ക് ഡോഗിനെ കാണുന്ന സമയത്ത് നമ്മളുടെ ഹേർട്ട് ബീറ്റ് പടപടാന്ന് ഇടിക്കും, ഒരു പേടി ഉണ്ടാവും. ഈവൻ ഒരു പാവം പട്ടിയായിരിക്കും പുതിയതായിട്ട് വരുന്നത്, പക്ഷെ അതിനെ കണ്ടിട്ട് പോലും നമുക്ക് മുൻപ് ആ ഒരു എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര പേടിയായിരിക്കും. അത് തന്നെയാണ് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിലും സംഭവിക്കുന്നത്. സെയിം കാര്യം തന്നെയാണ്. ഓക്കെ, ഇപ്പം ഞാൻ അവിടെ ഒരു എക്സാമ്പിൾ പറയാം. ഞാൻ എടുത്ത ഒരു ട്രേഡ്, ഫോർ എക്സാമ്പിൾ നമുക്കൊരു കമ്മ്യൂണിറ്റി ഉണ്ട്, ട്രേഡിംഗ് കമ്മ്യൂണിറ്റി MTJ. അപ്പോൾ അവിടെ ഇപ്പം ഈ ഒരു ദിവസത്തെ 23 ജൂലൈയിൽ എടുത്തതാണ്. അപ്പം ഈ ഒരു ദിവസത്തെ ട്രേഡ് നോക്കുവാണെങ്കിൽ മാർക്കറ്റ് ഒരു ഗ്യാപ്പ് ഡൗൺ ആയിട്ട് ഓപ്പൺ ചെയ്തു, ഒരു ഫസ്റ്റ് പുൾ ബാക്ക് വന്നു. ആൻഡ് ഈ ഒരു പുൾ ബാക്കിൽ ഞാൻ ഇവിടുന്ന് പുട്ട് ഓപ്ഷൻ ബൈ ചെയ്തിട്ടുണ്ടായിരുന്നു. എക്സാക്ട്ലി അവിടെ നിന്ന് ചെറിയ റിജക്ഷൻ വരുന്ന സമയത്ത് പുട്ട് ഓപ്ഷൻ ബൈ ചെയ്തു. എക്സ്പെക്ട് ചെയ്തത് ഡേ ലോ ബ്രേക്ക് ഡൗൺ ചെയ്യുമെന്നുള്ള ഒരു വ്യൂ ആണ് ഉണ്ടായിരുന്നത്. പക്ഷേ മാർക്കറ്റ് കുറച്ച് സമയം പ്രോഫിറ്റ് തന്നു. പിന്നെ എഗെയിൻസ്റ്റ് തിരിച്ചു വന്ന സമയത്ത് ഞാൻ എൻ്റെ ലോസ് ഇവിടെ ബുക്ക് ചെയ്തു. അപ്പോൾ ഇതേ ട്രേഡ് എടുത്തിരിക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ ആൾക്കാരുണ്ട്. അപ്പോൾ കുറച്ച് പേര് ഇവിടുന്ന് 20 പോയിൻറ്റ്സ് 30 പോയിൻറ്റ്സ് ഒക്കെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് തിരിച്ച് വരുന്ന സമയത്ത് ചില ആൾക്കാർ ബ്രേക്ക് ചെയ്ത്, അതായത് സ്റ്റോപ്പ് ലോസ് വരെ വെയിറ്റ് ചെയ്തിരുന്ന എക്സാക്ട്ലി സ്റ്റോപ്പ് ലോസ് ബുക്ക് ചെയ്തു കുറച്ച് പേര്. അപ്പോൾ സെയിം ട്രേഡ് എടുത്ത ആൾക്കാരുണ്ട്. അപ്പോൾ സ്റ്റോപ്പ് ലോസ് ബുക്ക് ചെയ്ത ആൾക്കാർക്ക് നോർമലി എന്താണ് വരിക? ഇതൊരു പേടി, അവിടെ ഒരു പെയിൻ വരും, ഒരു ഫിയർ വരും. അയ്യോ ഇത് എന്തുകൊണ്ട് ബുക്ക് ചെയ്തു, എന്തുകൊണ്ട് ലോസ് വന്നു, ഇതിനെപ്പറ്റി ഒരുപാട് ആലോചിച്ച് ആകെപ്പാടെ മനസ്സൊക്കെ എന്താണ് ഒരുപാട് കാര്യങ്ങൾ കുത്തിക്കേട്ടും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഡേ സെയിം ട്രേഡ് വന്നു, അതായത് ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ്, ഫസ്റ്റ് പുൾ ബാക്ക്. ഇവിടെയും ഞാൻ സെയിം പാറ്റേൺ തന്നെ ഉണ്ടായിരുന്നത്. ഞാൻ ഇവിടുന്ന് പുട്ട് ഓപ്ഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ ദിവസം ലോസ് ബുക്ക് ചെയ്ത പോലെ തന്നെ ഞാൻ ഈ ഒരു ഡേ ലോ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ വെയിറ്റ് ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് ഈ ഒരു എൻ്റെയർ മൂവ്മെൻറ്റ് ഞാനിവിടെ വെയിറ്റ് ചെയ്തു, ക്യാപ്ചർ ചെയ്തു. അതായത് ഇവിടെ എത്രയാണ് ലോസ് ഉണ്ടായിരുന്നത് അതിൻ്റെ ഡബിൾ, 2x, മേ ബി 3x, 2.5x ഞാനവിടെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം ഇവിടെ ലോസ് ബുക്ക് ചെയ്തിരിക്കുന്ന ആൾക്കാർ, പല ആൾക്കാരും ഇവിടെ എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നില്ല. കാരണം എന്താണ്? ഈ പറയുന്ന അസോസിയേഷൻ. മുൻപ് ഉണ്ടായിരുന്ന ആ ഒരു ലോസ് നമ്മുടെ ബ്രെയിനിൽ ഫിക്സ് ചെയ്യും. അപ്പോൾ ബ്രെയിൻ പറയും, ഡേ ഈ ഒരു പാറ്റേണിൽ കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് നഷ്ടം വന്നിട്ടുണ്ടായിരുന്നു, ഇവിടെ എടുക്കരുത് എന്നുള്ളത്. ഏതാണോ നമ്മൾ എടുക്കാത്ത ട്രേഡ് അതായിരിക്കും കറക്റ്റായിട്ട് പോകുന്നത്. അല്ലെ, ഏതൊരു ബുക്കിൽ ഒരാൾ പറഞ്ഞിട്ടുണ്ട് ഏറ്റവും ബെസ്റ്റ് ട്രേഡ് എന്ന് പറയുന്നത് നമ്മൾ എടുക്കാത്ത ട്രേഡാണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ പല ആൾക്കാർ, ഞാനിത് ഈ ഒരു കാര്യം ലാസ്റ്റ് വീക്കിൽ എക്സ്പീരിയൻസ് ചെയ്ത്, നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടാണ് പെട്ടെന്ന് ഞാൻ ഓർത്തിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതേ കാര്യം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഒരാഴ്ച മുൻപ് ഒരു പാറ്റേണിലൊരു ട്രേഡ് എടുത്തു, ബ്രേക്ക് ഔട്ടിലൊരു ട്രേഡ് എടുത്തു, ദെൻ
എൻട്രി എടുത്തു, മുകളിലോട്ട് പോകുന്നതിന് പകരം തിരിച്ച് താഴെ വന്നു. അപ്പം നിങ്ങൾ ലോസ് ബുക്ക് ചെയ്തു. നെക്സ്റ്റ് ടൈം ഇതേ പാറ്റേണിൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് എൻട്രി എടുക്കാൻ പേടിയായിരിക്കും. ബിക്കോസ് നിങ്ങളുടെ ബ്രെയിൻ കാണുന്നത് രണ്ടും സെയിം ട്രേഡ് എന്ന രീതിയിലാണ് കാണുന്നത്. അതുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും നല്ല ഓപ്പർച്യൂണിറ്റി വരുന്ന സമയത്ത് ട്രേഡുകൾ എടുക്കാൻ പറ്റാതിരിക്കുന്നതും നമ്മുടെ മൈൻഡ് നമ്മളെ കൺട്രോൾ ചെയ്യുന്നതും. റൈറ്റ്. അപ്പം നിങ്ങൾ ഞാനൊക്കെ ഒരുപാട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അതായത് ഏതാണോ എടുക്കാത്ത ട്രേഡ് അത് കറക്റ്റായിട്ട് പ്രോഫിറ്റിലോട്ട് പോകും, നമ്മൾ എടുക്കുന്ന ട്രേഡ് കറക്റ്റായിട്ട് ലോസിലോട്ടും വരും, അല്ലേ? അപ്പം ഇത് ലോസിൻ്റെ കാര്യമാണ്. അറ്റ് ദ സെയിം ടൈമിൽ പ്രോഫിറ്റിലും നമുക്ക് ഇതൊരു അസോസിയേഷൻ ഉണ്ട്, പോസിറ്റീവ് അസോസിയേഷൻ ഉണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ നിങ്ങൾ കഴിഞ്ഞ ഒരു 3-4 ദിവസം കണ്ടിന്യൂസ്ലി പ്രോഫിറ്റ് വിൻ ചെയ്തു എന്ന് വിചാരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് നോർമലി അവിടെ കോൺഫിഡൻസ് കൂടും. നിങ്ങൾ യൂസ് ചെയ്തിരിക്കുന്ന സെറ്റപ്പ് നല്ല സെറ്റപ്പാണെന്ന് വിചാരിക്കും. നെക്സ്റ്റ് ടൈം ഇതേ സെറ്റപ്പ് വരുന്ന സമയത്ത് നിങ്ങൾ ഓവർ കോൺഫിഡൻസോട് കൂടി പൊസിഷൻ സൈസിങ് കൂട്ടും. ഇതൊരു ഷുവർ ഷോട്ട് ആണ് എന്ന് മാർക്കറ്റല്ല, നമ്മുടെ ബ്രെയിൻ നമ്മളോട് പറയും. അപ്പം നമ്മൾ നോർമലി ഇവിടെയൊക്കെ ഒരു 500 ക്വാണ്ടിറ്റിയാണ് ബൈ ചെയ്തിരിക്കുന്നതെങ്കിൽ നെക്സ്റ്റ് ട്രേഡ് ഷുവർ ഷോട്ട് ആണ് എങ്കിൽ പിന്നെ ഒരു 5000 ക്വാണ്ടിറ്റി ബൈ ചെയ്യാമെന്ന് വിചാരിക്കും. ബൈ ചെയ്യും. പിന്നത്തെ കാര്യം നമ്മൾ പറയേണ്ട ആവശ്യമില്ലല്ലോ, അല്ലേ? ആ ട്രേഡ് ചിലപ്പോൾ എക്സാക്ട്ലി റിവേഴ്സലായിട്ട് വരും. കറക്റ്റായിട്ട് നിങ്ങൾ എവിടെയാണോ പ്രോഫിറ്റ് ഉണ്ടാക്കിയത് ആ പ്രോഫിറ്റൊക്കെ കൊണ്ടുപോകും. ആൻഡ് മേ ബി നിങ്ങളുടെ ക്യാപിറ്റലിൽ കൂടി വൈപ്പ് ഔട്ട് ആവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു അസോസിയേഷൻ എന്ന് പറഞ്ഞ കാര്യം വളരെ ഡേഞ്ചറാണ്. നമ്മൾ എപ്പോഴും ഓരോ ട്രേഡിനെയും ഒരു പുതിയ ട്രേഡായിട്ട് മാത്രം കൺസിഡർ ചെയ്യുക. അത് പഴയ ട്രേഡുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് നമ്മുടെ മനസ്സിലോട്ട് ഓർമ്മിപ്പിക്കാം. ഓക്കെ, അപ്പം ഇത് എങ്ങനെയാണ്? ഇത് ആക്ച്വലി വളരെ ഡേഞ്ചറാണ്. പല ആൾക്കാരും ഞാൻ ലൈവായിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ഈവൻ ഞാനും മുമ്പ് പാസ്റ്റിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഇനി ഇത് ഒഴിവാക്കാനാകുന്ന ഒരു 4 സ്റ്റെപ്പ് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ആദ്യം തന്നെ ഉള്ളത് ആ ഒരു ട്രിഗർ മനസ്സിലാക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ലൈവ് മാർക്കറ്റിൽ ട്രേഡ് എടുക്കുന്നതിന് മുൻപ് ഒരു കൺഫ്യൂഷൻ, ഒരു പേടി, ഒരു ഡബിൾ തോട്ട്സ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഈ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ടെന്നാണ്. അത് ആദ്യം നോട്ട് ചെയ്ത് വെച്ചിരിക്കുക, നിങ്ങൾക്ക് ട്രിഗർ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ നിങ്ങളോട് തന്നെ ചോദിക്കുക, ഇത് ഇപ്പോഴത്തെ ചാർട്ട് അനാലിസിസ് ആണോ അത് എൻ്റെ പഴയ മെമ്മറി ആണോ എന്നുള്ളത് നിങ്ങൾ റിപ്പീറ്റ്ലി നിങ്ങളോട് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, രണ്ടാമത്തെ കാര്യം എല്ലാ പ്രോബ്ലത്തിനുള്ള ഒരു സൊല്യൂഷനാണ്. ഇവിടെ അത് തന്നെയാണ്, ജേർണൽ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ജേർണലിൻ്റെ കാര്യം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ എൻട്രി, നിങ്ങളുടെ എക്സിറ്റ് പ്രൈസ്, ഇതൊന്നുമല്ല നിങ്ങൾ ജേർണലിൽ എഴുതേണ്ടത്. നിങ്ങൾ എഴുതുന്നത് നിങ്ങളുടെ ലൈവ് മാർക്കറ്റിൽ ഇമോഷൻസ് ആ ഒരു സമയത്ത് പേടി ഉണ്ടെങ്കിൽ പേടി എന്ന് തന്നെ എഴുതി വച്ചിരിക്കാം. ഫോർ എക്സാമ്പിൾ നിങ്ങളിവിടെ ബൈ എൻട്രി എടുക്കുന്നതിന് തൊട്ട് മുൻപ് വരെ എനിക്കൊരു ഒരു ഹെസിറ്റേഷൻ ഉണ്ടായിരുന്നു, ഒരു ഫിയർ ഉണ്ടായിരുന്നു. അതുപോലെ എഴുതി വച്ചിരിക്കാം. അതുപോലെ നിങ്ങൾ എഴുതി വച്ചിരിക്കാം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ട്രേഡിംഗ് ജേർണൽ എഴുതിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരാഴ്ച മുൻപ് എടുത്ത ഒരു ട്രേഡിൻ്റെ ചിലപ്പോൾ അത് പ്രോഫിറ്റ് ആയിരിക്കാം. പക്ഷെ ആ ഒരു സമയത്ത് ഇമോഷൻസ് നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അത് പെട്ടെന്ന് തന്നെ മറന്നു പോകും. മനസ്സിലായി? അപ്പോൾ എപ്പോഴും എഴുതി വെച്ചിരിക്കുക. അതിന് നിങ്ങൾ യാതൊരു മടിയും കാണിക്കേണ്ട ആവശ്യമില്ല. പേഴ്സണൽ ജേർണലാണ്, നിങ്ങൾ ആരോടൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക. റൈറ്റ്. പിന്നെ റൂൾസ്, അല്ലേ? അപ്പം ഫോർ എക്സാമ്പിൾ നിങ്ങൾ റൂൾസ് ഫോളോ ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ്. റൂൾസ് എഴുതി വെച്ചിരുന്നിട്ട് ഇപ്പം ഫോർ എക്സാമ്പിൾ ഇങ്ങനെ ഒരു സെറ്റപ്പിലൊക്കെ ഈ ഒരു ട്രേഡ് വരുവാണെങ്കിൽ ധൈര്യത്തോടെ ട്രേഡുകൾ എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. റൈറ്റ്. റൂൾസ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. പിന്നെ ഒരു ന്യൂ മൈൻഡ് സെറ്റ് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. ഇതാണ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതായത് എ ന്യൂ മൈൻഡ് സെറ്റ്. അതായത് നിങ്ങൾ ട്രേഡ് എടുക്കുന്നതിന് മുൻപ് അല്ലെങ്കിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് ജസ്റ്റ് തൊട്ട് മുമ്പ് നിങ്ങൾ ഓർത്തിരിക്കുക, ഇത് പഴയ ട്രേഡല്ല, ഇത് പൂർണ്ണമായും ഒരു പുതിയ ട്രേഡാണ്, അല്ലെങ്കിൽ പുതിയൊരു ദിവസമാണ് എന്നുള്ളത് റിപ്പീറ്റ്ലി പറഞ്ഞുകൊണ്ടിരിക്കുക. റിപ്പീറ്റ്ലി പറയുന്ന സമയത്ത് നമുക്ക് ബ്രെയിൻ അത് മനസ്സിലാവും. ആൻഡ് ഓട്ടോമാറ്റിക്കലി നമ്മളറിയാതെ തന്നെ നമ്മളതൊരു പുതിയ ട്രേഡായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ഒരു 4 കാര്യങ്ങൾ ഫോളോ ചെയ്യുക. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഒന്ന് ട്രിഗർ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ട്രിഗർ ഉണ്ടെങ്കിൽ അതിനർത്ഥം എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ പിന്നീട് നിങ്ങൾ ജേർണൽ തയ്യാറാക്കാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ റൂൾസ് ഫോളോ ചെയ്യുക. പിന്നെ ഒരു ന്യൂ മൈൻഡ് സെറ്റ്. എല്ലാ ദിവസവും ട്രേഡ് എടുക്കുന്നതിന് മുൻപായിട്ട് നിങ്ങൾ പറയാം, ഇത് പഴയ ട്രേഡുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ഇത് കംപ്ലീറ്റ്ലി പുതിയ ട്രേഡ് ആണ് എന്നുള്ളത്. റൈറ്റ്. അപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സോ ഇതാണ് അസോസിയേഷൻ. ആൻഡ് ഇത്
വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ്. റൈറ്റ്, ഞാനും ഈ ഒരു സ്റ്റേജിലൊക്കെ കടന്നു പോയ ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ സീരിയസ് ആയിട്ട് കൺസിഡർ ചെയ്യുക. ആൻഡ് നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യുന്ന ചെറിയ ഇഷ്യൂസ് ആയിരിക്കും എപ്പോഴും നമ്മുടെ ട്രേഡിങ്ങിൽ നമ്മളെ തന്നെ ഡെസ്ട്രോയ് ചെയ്യുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. സോ ബൈ.